കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ കൃഷിത്തോട്ടത്തിലെ പ്രധാന ഇനമാണ് പച്ചമുളക്. പച്ചമുളക് ഉപയോഗിക്കാത്ത ഒരു വിഭവമില്ല എന്ന് തന്നെ പറയാം. എന്നാൽ നമ്മൾ നട്ടുവളർന്ന പച്ചമുളക് ചെടികളെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ് ചെടികളാകെ മുരടിപ്പ് വന്ന് ഉണങ്ങിപ്പോവുക എന്നത്. ഇത്തരം കുരുടിപ്പ് പോലെയുള്ള രോഗങ്ങൾ പരത്തുന്നത് ഇലപ്പേന്, മുഞ്ഞ, മണ്ടരി, വെള്ളീച്ച എന്നിവയുടെ ആക്രമണം മൂലമാണ്. ഇത്തരം രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇലകളെല്ലാം ചൊക്കിച്ചൊളിഞ്ഞ് ചുരുണ്ടുകൂടി വളർച്ച മുരടിച്ചു പോകും. ഇവയെ നശിപ്പിക്കാനായിട്ട് പല രാസ കീടനാശിനികളും അതുപോലെ ജൈവ കീടനാശിനികളും വളം വിൽക്കുന്ന കടയിൽ ലഭ്യമാണ്. മുളകിനെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്നും ചെടിയെ രക്ഷിച്ചെടുക്കാനും ചെടിയിൽ നിറയെ പൂവിട്ട് നിറയെ കായ്ഫലം ലഭിക്കാനും നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസിയായി ഉണ്ടാക്കാൻ കഴിയുന്ന ചില ജൈവ രീതിയിലുള്ള മാർഗങ്ങളെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. ജൈവ കീടനാശിനി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുരുടിപ്പ് രോഗം ബാധിച്ച മുളക് ചെടിയെ 100% സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനും നമുക്ക് കഴിയില്ല. എന്നാലും അതേ ചെടിയിൽ നിന്നും നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള മുളകൊക്കെ അതിൽ നിന്ന് ലഭിക്കുമെന്നത് തീർച്ചയാണ്. ജൈവ കീടനാശിനിക്ക് പകരം മാരകമായ രാസ കീടനാശിനി ഉപയോഗിച്ചാൽ രോഗം പൂർണ്ണമായും മാറുമെന്നത് ഉറപ്പാണ്. പക്ഷേ വിഷമയമില്ലാത്ത പച്ചക്കറി കഴിക്കാനാണല്ലോ നാം ഇതൊക്കെ നട്ടുവളർത്തുന്നത്. അപ്പോൾ കുരുടിപ്പും മുരടിപ്പും പോലെയുള്ള കീടശല്യം നമ്മുടെ തോട്ടത്തിൽ നിന്നും ഒഴിവാക്കാനായിട്ട് സിമ്പിളായ രീതിയിൽ അധികം ചിലവൊന്നുമില്ലാതെ ഒരു ജൈവ കീടനാശിനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതുണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് വേപ്പെണ്ണയാണ്. ചെറിയ രീതിയിൽ ഒരു പച്ചക്കറി തോട്ടം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കയ്യിൽ വേപ്പെണ്ണ കാണാതിരിക്കില്ല. ഇനി ഇല്ലെങ്കിൽ വളം വിൽക്കുന്ന കടയിൽ നിന്നും കീടനാശിനി എടുക്കുന്ന കടയിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒരു 100 ml ഒരു ബോട്ടിൽ വാങ്ങിച്ചാൽ മതി. വേപ്പെണ്ണ കുരുടിപ്പിന് മാത്രമൊന്നുമല്ല കേട്ടോ, വെള്ളീച്ച ശല്യത്തിനും ഒക്കെ നല്ലതാണ്. പിന്നെ നമുക്ക് രണ്ടാമതായി വേണ്ടത് ബാർ സോപ്പാണ്. പഴയ 501 പോലെയുള്ള ബാർ സോപ്പില്ലേ, അതാണ് വേണ്ടത്. മൂന്നാമതായി ഇനി വേണ്ടത് 5-6 കാന്താരി മുളകുമാണ്. ഈ പറഞ്ഞ 3 വസ്തുക്കളും നമ്മുടെയൊക്കെ വീട്ടിൽ എന്തായാലും ഉണ്ടാവാതിരിക്കില്ല. ഇനി നമുക്ക് ഈ ജൈവ കീടനാശിനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ 1 ലിറ്റർ വെള്ളമാണ് വേണ്ടത്. കറക്റ്റായിട്ട് 1 ലിറ്റർ അളന്ന് തന്നെ എടുത്തോളൂ. അതിലേക്ക് 6 ഗ്രാം ബാർ സോപ്പ് ചേർക്കണം. ഇതേപോലെ ചീകി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അലിഞ്ഞു കിട്ടും. സോപ്പ് അലിഞ്ഞു ചേരാനായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോളൂ. സോപ്പ് വെള്ളത്തിൽ മിക്സ് ആയാൽ കാന്താരി മുളക് ഒന്ന് ചതച്ചെടുത്തിട്ട് സോപ്പ് കലക്കിയ വെള്ളത്തിലേക്ക് ചേർത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കണം. ഇനി ഇത് ഒരു 1-2 മണിക്കൂർ നേരം ഇതൊന്ന് മാറ്റി വെച്ചാൽ കാന്താരിയുടെ എരിവ് മുഴുവനായും സോപ്പ് വെള്ളത്തിലേക്ക് ലയിച്ച് ചേർന്നോളും. ഇത്രയും ഭാഗം ഒന്നുകൂടെ പറയാം. ആദ്യം തന്നെ 1 ലിറ്റർ വെള്ളമെടുത്ത് അതിലേക്ക് 6 ഗ്രാം ബാർ സോപ്പ് ചേർത്ത് പിന്നെ മൂന്നാമതായിട്ട് കാന്താരി മുളക് ചതച്ച് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ 1-2 മണിക്കൂർ കഴിഞ്ഞാൽ ഇതിൽ ചേർക്കേണ്ടുന്ന മെയിൻ ചേരുവ അതായത് വേപ്പെണ്ണയാണ്. വേപ്പെണ്ണ 20 മില്ലി അളന്നെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചുമയുടെ മരുന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അളവ് പാത്രമില്ലേ, അതിൽ അളന്നെടുത്താൽ മതി. ഈ അളവ് പാത്രം 15 മില്ലിയുടേതാണ്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം ഒരു പഴയ അരിപ്പ എടുത്ത് ഇതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് കുരുടിപ്പ് രോഗവും വെള്ളീച്ച ശല്യവും മുഞ്ഞയുടെ ഒക്കെ ശല്യമുള്ള ചെടികളുടെ ഇലകളിലും ഇലയുടെ അടിയിലും കൊമ്പുകളിലും നല്ല പോലെ ചെടി കുളിച്ചു നിൽക്കുന്ന പോലെ സ്പ്രേ ചെയ്ത് കൊടുത്തോളൂ. കുരുടിപ്പ് മാറുന്നതുവരെ ആഴ്ചയിൽ 2 തവണ വീതം നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ഒന്നുകിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ട് വെയിൽ ആറിയതിനു ശേഷമായിരിക്കണം. അങ്ങനെ കുരുടിപ്പ് മാറി വരുന്നതോടുകൂടി നാം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഡോസ് ഒന്ന് കുറച്ച് ആഴ്ചയിൽ 2 തവണ എന്നത് ആഴ്ചയിൽ 1 തവണ എന്നാക്കി ചുരുക്കി കൊണ്ടുവരാം. മുരടിപ്പ് മാറി പുതിയതായി നല്ല ഇലകൾ വന്നു തുടങ്ങിയാൽ പൂവിട്ട് കാ പിടിക്കാനായിട്ട് മറ്റൊരു ചെറിയ പൊടിക്കൈ കൂടി നമുക്ക് ചെയ്തു കൊടുക്കാനുണ്ട്. അതിന് വേണ്ടത് 1/2 ഗ്ലാസ് കട്ട തൈരാണ്. അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് 25 ഗ്രാം പാൽക്കായം മുറിച്ചെടുത്ത് തൈരിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം. കായം ചെറുതായി ഒന്ന് അരിഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ വേഗം അലിഞ്ഞു കിട്ടും. കായം അലിഞ്ഞു ചേർന്നാൽ ബക്കറ്റിലേക്ക് 1 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ച് നന്നായി കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി അലിയിച്ചെടുക്കണം. ഇനി ഇത് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ
ധാരാളം പൂവിട്ട് നിറയെ മുളകുണ്ടാവും. ഈ ഒരു കൂട്ട് പച്ചമുളകിന് മാത്രമൊന്നുമല്ല കേട്ടോ, തക്കാളിക്കും വഴുതിനക്കും വെണ്ടക്കായക്കും അങ്ങനെ എല്ലാ പച്ചക്കറി ചെടികൾക്കും പൂവിടുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളകിനെ ബാധിക്കുന്ന കുരുടിപ്പിനുള്ള ജൈവ കീടനാശിനിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. അതുപോലെ സെക്കൻഡ് സ്റ്റേജായിട്ട് പൂക്കൾ കൊഴിഞ്ഞു പോകാതെ നിറയെ കായ്ഫലം ലഭിക്കാനുമുള്ള മരുന്നും നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ തോട്ടത്തിൽ ഇതേപോലെ കുരുടിപ്പും മുരടിപ്പ് രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി ചെടികളിൽ അപ്ലൈ ചെയ്ത് നോക്കൂ. 90% റിസൾട്ടാണ് നമുക്ക് ലഭിക്കുക. വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതട്ടെ. ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.